ഹലോ ഫ്രണ്ട്സ്, PC ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി നടക്കാനിരിക്കുന്ന 10ാം തല പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തിരഞ്ഞെടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായി ഇരുന്ന് കാണുക. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ, ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ റെയിൽ സർവീസ് ഏതാണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഉത്തരം കൊച്ചി മെട്രോയാണ്. അടുത്തത്, തീവണ്ടിപ്പാതകൾ, അക്ഷാംശരേഖകൾ, രേഖാംശരേഖകൾ, ടെലിഫോൺ ലൈൻ എന്നിവയെ സൂചിപ്പിക്കാനുള്ള ഭൂപടത്തിലെ നിറം ഏതാണ് എന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, കറുപ്പാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മഹാകവി പി കുഞ്ഞിരാമൻ നായരെ പറ്റി മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആരാണ്? ഉത്തരം എ ആണ്, ഓപ്ഷൻ എ ആണ്, ആറ്റൂർ രവിവർമ്മയാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ, ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. അടുത്തത്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിനാണ്. അടുത്തത്, ആറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. ഓപ്ഷൻ ഡി, ഡ്രൈസൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ആറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. അടുത്തത്, അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. രാജീവ് ഗാന്ധി സ്പോർട്സ് മെഡിസിൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, തിരുവനന്തപുരമാണ്. അടുത്തത്, ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 1ാമത്തെ പട്ടികയുടെ പ്രതിപാദ്യം എന്താണ് എന്നുള്ളതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ, സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അടുത്തത്, ഏഴാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിന്റിംഗ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, തോമസ് ജോൺസൺ ബാർക്കറുമായി ബന്ധപ്പെട്ടതാണ് റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിന്റിംഗ്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ സി ആണ്, സി ശങ്കരൻ നായർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്, സി ശങ്കരൻ നായർ. അടുത്തത്, ചരക്ക് സേവന നികുതി അഥവാ GST നിലവിൽ വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ എ ആണ്, 101ാം ഭേദഗതിയാണ്. അടുത്തത്, ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി എഴുതപ്പെട്ടത് എവിടെയാണ്? ഓപ്ഷൻ എ ആണ്, മാഗ്ന കാർട്ട. അടുത്തത്, 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ഗദ്ദർ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് നേതാവ് ആരാണ്? ഓപ്ഷൻ സി ആണ്, ലാല ഹർദയാലാണ് ഗദ്ദർ പാർട്ടിക്ക് നേതൃത്വം നൽകിയ നേതാവ്. അടുത്തത്, രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്, ഗുജറാത്ത് ആണ് വന്ദേ മെട്രോ ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. അടുത്തത്, പ്രിയ, പ്രീതി, പ്രിയങ്ക എന്നിവ ഏതിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്? ഓപ്ഷൻ എ ആണ്, പാവലാണ്, പ്രിയ, പ്രീതി, പ്രിയങ്ക. അടുത്തത്, 1854 ഇന്ത്യയിൽ വൻതോതിൽ പരുത്തിത്തുണി ഉൽപാദനം ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ എ, മുംബൈയിലാണ് 1854 ഇന്ത്യയിൽ വൻതോതിൽ പരുത്തിത്തുണി ഉൽപാദനം ആരംഭിച്ചത്. അടുത്തത്, വോയിസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ സ്വതന്ത്ര സമരകാലത്ത് പത്രം ആരംഭിച്ച നേതാവ് ആരാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ സ്വതന്ത്ര സമരകാലത്ത് പത്രം ആരംഭിച്ച നേതാവാണ് ഓപ്ഷൻ എ, ദാദാഭായ് നവറോജി. എന്താണ് ദാദാഭായ് നവറോജിയെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പിക്കാം നമുക്ക്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക, വോയിസ് ഓഫ് ഇന്ത്യ. അടുത്തത്, അൽ ഹിലാൽ എന്ന പത്രം പുറത്തിറക്കിയ നേതാവ് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, അൽ ഹിലാൽ എന്ന പത്രം പുറത്തിറക്കിയ നേതാവാണ് മൗലാന അബുൽ കലാം ആസാദ്. അടുത്ത 17ാമത്തെ, 2024 ഏത് ജീവിവർഗങ്ങളുടെ വർഷമായാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്? 2024 ഏത് ജീവിവർഗങ്ങളുടെ വർഷമായാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്? ഒട്ടകത്തിന്റെയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്, ഒട്ടകമാണ്. അടുത്തത്, കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത ഭൂരൂപം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഡെൽറ്റ. അടുത്തത്, ഗാഡ്ഗിൽ യോജന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? അത് 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. അടുത്തത്, 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന്റെ വേദി ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ, ഭുവനേശ്വർ ആണ്. അടുത്തത്, ഡയമണ്ട് ഹാർബർ ഏത് തുറമുഖത്തോട് ചേർന്നിട്ടുള്ളതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി, കൊൽക്കത്ത.
അടുത്ത നോക്കാം. തെറ്റായ ജോഡി കണ്ടെത്താനാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. തെറ്റായ ജോഡി ഓപ്ഷൻ എ ആണ്. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപവൽക്കരിച്ചു എന്നുള്ളതാണ് തെറ്റായ ജോഡി. ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത്. പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് 24ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അദ്വൈത വേദാന്ത തത്വങ്ങൾ വ്യക്തമായി പ്രതിപാദിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏതാണ്? ഓപ്ഷൻ എ ദർശനമാലയാണ്. അദ്വൈത വേദാന്ത തത്വങ്ങൾ വ്യക്തമായി പ്രതിപാദിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ദർശനമാല. അടുത്ത 25ാമത്തെ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപവൽക്കരിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1962 ആണ്. അടുത്തത് പ്രധാനമന്ത്രിയെ നിയമിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ ആണ്. അനുച്ഛേദം 75 ആണ്. പ്രധാനമന്ത്രിയെ നിയമിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 75. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏതാണ്? നമുക്കത് ഓപ്ഷൻസ് വായിക്കാം. പച്ച, ചുവപ്പ്, നീല അതെല്ലാം കൂടി ചേരുമ്പോൾ ധവളപ്രകാശം. അടുത്തത് ഓപ്ഷൻ ബി പച്ച, നീല അത് രണ്ടും കൂടി ചേരുമ്പോൾ സയൻ. ഓപ്ഷൻ സി പച്ചയും ചുവപ്പും ചേരുമ്പോൾ മഞ്ഞ. ഓപ്ഷൻ ഡി നീലയും ചുവപ്പും ചേരുമ്പോൾ ഓറഞ്ച് ആണ്. ശരിയല്ലാത്ത ജോഡി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. നീല പ്ലസ് ചുവപ്പ് ഈക്വൽ ടു ഓറഞ്ച് ആണ്. അടുത്തത് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? അത് ഓപ്ഷൻ ഡി ആണ്. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലിന്റേതായിരുന്നു എന്നുള്ളതാണ് അത് ശരിയല്ലാത്ത പ്രസ്താവന. 28 ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത 29 ആദ്യത്തെ ഹോക്കി ലോകകപ്പ് ജേതാവാണ്? ഓപ്ഷൻ ബി പാകിസ്ഥാൻ. അടുത്തത് വൈൽഡ് ആസ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി ഗുജറാത്ത് ആണ്. വൈൽഡ് ആസ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ഗുജറാത്ത് ആണ്. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ഏറ്റവും വലിയ സെറ്റിൽമെന്റ് ആയിരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. പുതുച്ചേരിയാണ്. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ഏറ്റവും വലിയ സെറ്റിൽമെന്റ് ആയിരുന്നത് ഓപ്ഷൻ എ പുതുച്ചേരിയാണ്. അടുത്ത 32ാമത്തെ ഇന്ത്യയിലെ ആദ്യ റോബോ പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി തൃശ്ശൂരാണ് റോബോ പാർക്ക് സ്ഥാപിക്കുന്നത്. അടുത്ത 33ാമത്തെ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ സ്കൂൾ നഗരമാണ്? ഓപ്ഷൻ ഡി കൊച്ചി. ശിശു സൗഹാർദ്ദ സ്കൂൾ നഗരം ഏതാണ്? കൊച്ചിയാണ്. നഗരമാണ് ചോദിച്ചിരിക്കുന്നത്, കൊച്ചിയാണ്. അടുത്ത 34ാമത്തെ മുനിസിപ്പാലിറ്റികളുടെയും മറ്റും അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏത് പട്ടികയുടെ പ്രതിപാദ്യമാണ്? ഏത് പട്ടികയുടെയാണ്? 12ാം പട്ടികയുടെ പ്രതിപാദ്യമാണ് മുനിസിപ്പാലിറ്റികളുടെയും മറ്റ് നഗരപാലിക സ്ഥാപനങ്ങൾ. അതാണ് മുനിസിപ്പാലിറ്റികളുടെയും മറ്റ് അധികാരങ്ങളുടെയും ഉത്തരവാദിത്തങ്ങൾ ഏത് പട്ടികയുടെ പ്രതിപാദ്യമാണ്? 12ാം പട്ടികയുടെ പ്രതിപാദ്യമാണ്. അടുത്ത 35 മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാകുന്ന സ്കർവി രോഗത്തിന് കാരണം ഏത് വൈറ്റമിന്റെ കുറവാണ്? വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ് എന്തുണ്ടാകുന്നത്? നമ്മുടെ സ്കർവി ഉണ്ടാകുന്നത്. അടുത്തത് 36ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് JB കൃപലാനി. ഓപ്ഷൻ എ ആണ് ഉത്തരം. JB കൃപലാനിയാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി. അടുത്ത 37ാമത്തെ ഇഞ്ചി ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അമ്പലവയലാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം ഏതാണ്? അമ്പലവയലാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത 38ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യയിൽ 2024 വന്യജീവി വാരാഘോഷം അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് വീക്ക് ആഘോഷിച്ചത് എന്നാണ്? ഓപ്ഷൻ എ ആണ്. ഒക്ടോബർ 2. അതുപോലെ തന്നെ 8 കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ 2024 വന്യജീവി വാരാഘോഷം ആഘോഷിച്ചത് എന്നാണ്? 2 to 8 ആണ്. ഒക്ടോബർ 2 to 8 വരെയാണ് വാരാഘോഷം അല്ലേ. അടുത്തത് 39ാമത്തെ ദേശീയതയുമായി ബന്ധപ്പെട്ട് സേവാസദൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ പ്രേംചന്ദ് ആണ്. ദേശീയതയുമായി ബന്ധപ്പെട്ട് സേവാസദൻ എന്ന കൃതി രചിച്ചത്. അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 40ാമത്തെ ക്വസ്റ്റ്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയാണ്. അപ്പോൾ 1, 2, 3 ഒക്കെ ശരിയാണ്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഓപ്ഷൻസ് വായിച്ചു നോക്കുക. അടുത്ത 41ാമത്തെ ഇന്ത്യയിൽ ചീറ്റപ്പുലികളെ പുനരധിവസിപ്പിച്ച വനപ്രദേശം ഏതാണ്? ഓപ്ഷൻ ബി കുനോ ദേശീയോദ്യാനമാണ് ചീറ്റപ്പുലികളെ പുനരധിവസിപ്പിച്ച വനപ്രദേശം. അടുത്തത് അമ്പലപ്പുഴയിലും കിള്ളിക്കുറിശിമംഗലത്തും സ്മാരകങ്ങളുള്ള മലയാള കവിയാണ് ആരാണ്? ഓപ്ഷൻ ബി കുഞ്ചൻ നമ്പ്യാർ. അടുത്ത 43ാമത്തെ നെല്ലിക്കയിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഉത്തരം വൈറ്റമിൻ സി ആണ്. അടുത്ത 44ാമത്തെ കുഞ്ഞാലി മരിക്കാറയെ പറ്റി ഏതാനും പ്രസ്താവനകൾ ചുവടെ നൽകുന്നു. ചോദ്യം എന്താണ്? ശരിയായ പ്രസ്താവനകൾ ഏവയാണ്? ഓപ്ഷൻ സി ആണ്. 1, 3, 4. 1, 3, 4 ശരിയായ പ്രസ്താവന.
അടുത്തത് ഹാൻസൺസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കുഷ്ഠമാണ്. ഹാൻസൺസ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കുഷ്ഠമാണ്. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടറായ അപ്സര പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1956 ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടറായ അപ്സര പ്രവർത്തനം ആരംഭിച്ച വർഷം. അടുത്ത 47ാമത്തെ ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഏതൊക്കെ? അതിന്റെ പേര് പറയുന്നത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ്. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. അതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 49ാമത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ പ്രധാന പ്രതിപാദ്യമായ ഭരണഘടനാ ഭാഗം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഭാഗം 8 ആണ്. കേന്ദ്രഭരണ പ്രദേശങ്ങൾ പ്രധാന പ്രതിപാദ്യമായ ഭരണഘടനാ ഭാഗമാണ് ഭാഗം 8. അടുത്തത് 50ാമത്തെ ജഗദ്ഗുരു സന്ത് തുക്കാറാം മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട് ഏത് വിമാനത്താവളത്തിന്റെ പുതിയ പേരാണ്? ഏതാണ്? പൂനെ ഇന്ത്യയാണ്. ജഗദ്ഗുരു സന്ത് തുക്കാറാം മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട് ഏത് വിമാനത്താവളത്തിന്റെ പുതിയ പേരാണ്? പൂനെയുടെ. അടുത്തത് 51ാമത്തെ 4 അസറ്റമിഡോഫിനോൾ എന്ന രാസപദാർത്ഥം ചുവടെ പറയുന്നവയിൽ ഏത് ഔഷധമാണ്? ഏതാണ്? പാരാസെറ്റമോൾ ആണ്. 4 അസറ്റമിഡോഫിനോൾ എന്ന രാസപദാർത്ഥം ചുവടെ പറയുന്നവയിൽ ഏത് ഔഷധമാണ്? പാരസെറ്റമോൾ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് 52ാമത്തെ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ട സുഗതകുമാരിയുടെ വാഴുവേലിൽ തറവാട് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി പത്തനംതിട്ടയിലാണ്. അടുത്ത 53ാമത്തെ പ്രോട്ടീന്റെ അഭാവം മൂലമുള്ള രോഗാവസ്ഥ ഏതാണ്? ഓപ്ഷൻ എ ആണ്. കോഷിയോർക്കറാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കാം. 54ാമത്തെ എത്ര വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് കൗമാര കുറ്റകൃത്യങ്ങളായി കണക്കാക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. 18 വയസ്സാണ്. അടുത്ത 55ാമത്തെ മരുഭൂമിക്ക് നടുവിലെ രാം ബഗട്ട് കോട്ട പശ്ചാത്തലമായിട്ടുള്ള മലയാള നോവലാണ്? ഓപ്ഷൻ സി മരുഭൂമികൾ ഉണ്ടാകുന്നത്. അതൊന്നുകൂടി ശ്രദ്ധിക്കാം. മരുഭൂമിക്ക് നടുവിലെ രാം ബഗട്ട് കോട്ട പശ്ചാത്തലമായിട്ടുള്ള മലയാള നോവലാണ് മരുഭൂമികൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അതിന്റെ ആൻസർ. അടുത്ത 56ാമത്തെ കടപ്പുറങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിപ്പിച്ച് കണ്ടെത്തുക. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ്. 2 ഏതാണ്? ചെറായി ബീച്ച് എറണാകുളം, 3 കാപ്പാട് ബീച്ച് കോഴിക്കോട്. അടുത്തത് 57ാമത്തെ എല്ലാ വ്യക്തികളും സമ്പന്നരും ദരിദ്രരും സ്ത്രീകളും പുരുഷന്മാരും മുന്നോക്കക്കാരും പിന്നോക്കക്കാരും ഒരേ നിയമത്തിന് വിധേയരാണെന്ന ആശയം ഏത് പേരിൽ അറിയപ്പെടുന്നു? നിയമവാഴ്ച. ഓപ്ഷൻ ഡി നിയമവാഴ്ച എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തത് വിവിധ സംഭവങ്ങളും നടന്ന വർഷങ്ങളും ചുവടെ നൽകുന്നു ശരിയായ ജോഡികൾ ഏവ എന്നുള്ളതാണ്. അത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്തത് 59ാമത്തെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരാണ്? ഓപ്ഷൻ ഡി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ്. അടുത്തത് വാവൂട്ട് യോഗം ഏത് സംഘടനയുടെ മുൻ രൂപമാണ്? ഏതാണ്? SNDP യോഗമാണ്. ഓപ്ഷൻ എ ആണ്. SNDP യോഗമാണ്. അടുത്ത 61ാമത്തെ ഏത് സംസ്ഥാനത്തെ ക്ലാസിക്കൽ നൃത്തമാണ് സാത്രിയ? ഓപ്ഷൻ സി അസം ആണ്. അടുത്തത് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ ബി 2019 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത്. അടുത്തത് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ സി ഏണസ്റ്റ് റദർഫോർഡ് ആണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ. അടുത്തത് 64ാമത്തെ താഴെ പറയുന്നവരിൽ കാസ്റ്റിംഗ് വോട്ട് ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? സ്പീക്കർക്കാണ് കാസ്റ്റിംഗ് വോട്ട് ചെയ്യാനുള്ള അധികാരം. ആർക്കാണ്? സ്പീക്കർക്ക്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത 65ാമത്തെ ക്വസ്റ്റ്യൻ വെർജീനിയയിലെ ജെന്നിഫർ ബാർലോ എന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥിനി രൂപം നൽകിയ ആശയം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആണ്. അടുത്തത് ഏത് വിറ്റമിന്റെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ? വൈറ്റമിൻ എയുടെയാണ് റെറ്റിനോൾ. അടുത്ത 67ാമത്തെ കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനം. കേരളത്തിലാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് 68ാമത്തെ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് ഭക്ഷ്യവിഷബാധ. ഓപ്ഷൻ ഡി ആണ്. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം ഏതാണ്? ഭക്ഷ്യവിഷബാധയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത 69ാമത്തെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ക്രാന്തി മന്ദിർ നിർമ്മിച്ചത് ആരുടെ സ്മരണാർത്ഥമാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് ഇന്ത്യയിൽ ആകാശീയ സർവേ നടത്താൻ ചുമതലപ്പെട്ടിട്ടുള്ള ഏജൻസി അല്ലാത്തത് ഏതാണ്?
ഓപ്ഷൻ ഡി ആണ്, നാസയാണ്. അടുത്ത 71ാമത്തെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തനവുമായി ബന്ധമില്ലാത്തതാണ് മേൽമുണ്ട് സമരം. ഓപ്ഷൻ എ ആണ് മേൽമുണ്ട് സമരം. അടുത്ത 72ാമത്തെ ഫോസിലുകൾ കാണപ്പെടാത്ത ഇനമാണ്. ഓപ്ഷൻ ബി ആഗ്നേയശിലകൾ. അടുത്തത് 73ാമത്തെ ലോകത്ത് ആദ്യമായി ബഹിരാകാശ സേനയ്ക്ക് രൂപം നൽകിയ രാജ്യമാണ്. ഓപ്ഷൻ ഡി അമേരിക്ക. അടുത്ത 74ാമത്തെ വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ബി റംസേ മക്ഡൊണാൾഡ്. അടുത്തത് 75ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഖാദർ ബംഗാർ ഏതുതരം മണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി എക്കൽ മണ്ണുമായി ബന്ധപ്പെട്ടതാണ് ഖാദർ ബംഗാർ. ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഖാദറും ബംഗാറും ഏതുതരം മണ്ണുമായി ബന്ധപ്പെട്ടതാണ്? എക്കൽ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഖാദർ ബംഗാർ. അടുത്ത 76ാമത്തെ ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ്. ഓപ്ഷൻ ഡി വയനാട്. അടുത്ത 77ാമത്തെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് 1998. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ഓർത്തു വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻ എ 1998 ആണ്. അടുത്തത് നിശ്വാസവായുവിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്? ഓപ്ഷൻ ബി 15%. അടുത്തത് നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. ഓപ്ഷൻ സി ഉത്തർപ്രദേശ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അത് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക്